T20 ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ അല്പസമയത്തിനകം രാജ്യത്തേക്ക് മടങ്ങിയെത്തും. ബാർബഡോസിൽ നിന്നും ദില്ലി വിമാനത്താവളത്തിലെത്തുന്ന താരങ്ങൾക്ക് വൻ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, ഇന്ത്യക്കായി പോരാടി വിജയിച്ച അഭിമാന താരങ്ങൾ അല്പസമയത്തിനകം ദില്ലി വിമാനത്താവളത്തിൽ എത്തുമെന്ന് മനസ്സിലാക്കുന്നു. ആരാധകരൊക്കെ തന്നെ അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏത് രീതിയിലാണ് ക്രമീകരണങ്ങൾ? അഭിമാന നിമിഷമാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ അല്പസമയത്തകം തന്നെ ദില്ലി വിമാനത്താവളത്തിൽ വന്നിറങ്ങും. 2020 ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ടീം ഇപ്പോൾ അല്പസമയത്തകം തന്നെ ദില്ലി വിമാനത്താവളത്തിൽ വന്നിറങ്ങും. ഏറെ അഭിമാനകരമായ നിമിഷമാണ്. ഊഷ്മളമായ സ്വീകരണം നൽകാൻ വേണ്ടി എല്ലാ നിലയും ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ ദില്ലി വിമാനത്താവളത്തിൽ ആരാധകരുടെ വലിയ പ്രവാഹം തന്നെ ഉണ്ട് എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകമായ VIP ലോഞ്ചിലൂടെയാണ് താരങ്ങൾ ഇറങ്ങുക. ഇവിടെ കൃത്യമായി ഇത്തരത്തിൽ ഇതുമായി കായിക വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമെല്ലാം നിലയിൽ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ BCCI ഏർപ്പാടാക്കിയ പ്രത്യേകമായ ചാർട്ടേഡ് വിമാനത്തിലാണ് ഇന്ത്യൻ താരങ്ങൾ എത്തുന്നത്. ഈ ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ന് രാവിലെ ഇപ്പോൾ ഈ ഇന്ത്യൻ താരങ്ങൾ എത്തിയ ശേഷം ആദ്യം പോകുന്നത് ITC മൗര്യ ഹോട്ടലിലേക്കായിരിക്കും. അവിടെ നിന്നും പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദ്യം സന്ദർശിക്കുകയും അദ്ദേഹം ഇന്ത്യൻ ടീമുകൾക്ക് അഭിനന്ദനം നൽകുകയും ചെയ്യും. പിന്നീട് അദ്ദേഹത്തോടൊപ്പമായിരിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ കണ്ട ശേഷം പിന്നെ അദ്ദേഹത്തോടൊപ്പമായിരിക്കും അവർ പ്രഭാത ഭക്ഷണം നടത്തുക. അതിനുശേഷം ഇന്നിപ്പോൾ മുംബൈയിലേക്ക് ഉച്ചയ്ക്ക് 2 മണിയോടെ ഇവർ തിരിക്കുകയും ചെയ്യും. മുംബൈയിൽ വളരെ വലിയ സ്വീകരണം, വലിയ പരിപാടികളെല്ലാം തന്നെയും അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിക്ടറി പരേഡ് അടക്കമുള്ള നിലയിൽ മുംബൈയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മുംബൈയിൽ 2 മണിക്കൂടെ ഇവിടുന്ന് ദില്ലി വിമാനത്താവളത്തിൽ നിന്നും മുംബൈയിലേക്ക് തിരിക്കും. അവിടെ പിന്നീട് വിക്ടറി പരേഡ് അടക്കമെല്ലാം നിലയും അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുംബൈയിലെ നരിമാൻ മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെ ഓപ്പൺ ബേസിൽ ഒരു വിക്ടറി പരേഡ് ഉണ്ടാവും. ഈ വിക്ടറി പരേഡും റോഡ് ഷോയ്ക്ക് ശേഷം പിന്നീട് BCCI പ്രത്യേകമായ അഭിനന്ദന ചടങ്ങുകളെല്ലാം നിലയും അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ BCCI അവരെ സ്വീകരിക്കും. ഈ 2020 ലോകകപ്പ് ഇവർ കഠിനാധ്വാനം ചെയ്ത് വാങ്ങിയ ഈ ലോകകപ്പ് സ്വന്തമാക്കിയ ലോകകപ്പ് പിന്നീട് BCCIക്ക് കൈമാറുകയും ചെയ്യും. അവിടെ വെച്ച് ഈ ഇന്ത്യൻ ടീമുകൾക്ക് 125 കോടി രൂപ ടീമുകൾക്ക് പാരിതോഷികം BCCI പ്രഖ്യാപിച്ചിരുന്നു. ഈ പാരിതോഷികം നൽകുകയും ചെയ്യും. എന്തായാലും ഏറെ അഭിമാനകരമായ നിമിഷമാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഈ ടീമിൽ സഞ്ജു വി സാംസൺ അടക്കം ഈ ടീമിലുണ്ട്. ഇവരെല്ലാം തന്നെ ഇന്നിപ്പോൾ ഈ ഒരു അല്പസമയത്ത് തന്നെ ദില്ലി വിമാനത്താവളത്തിലേക്ക് എത്തും. അതുകൂടാതെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ, അതോടൊപ്പം തന്നെ പന്ത്, കുൽദീപ് യാദവ്, ഹാർദിക് പാണ്ഡെ, പട്ടേൽ, അതോടൊപ്പം തന്നെ സഞ്ജു വി സാംസൺ, മുഹമ്മദ് സിറാജ്, അർഷദ് സിംഗ്, ചഹൽ, ജയ്സ്വാൾ അടക്കമുള്ള എല്ലാ ഇന്ത്യയിലെയും അഭിമാന താരങ്ങൾ അല്പസമയത്തിന് തന്നെ ഈ ചാർട്ടേഡ് വിമാനത്തിൽ ഈ ദില്ലി വിമാനത്താവളത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇവിടെ നിന്നും 2 ബസ്സുകൾ ഈ വിമാനത്താവളത്തെ പുറത്ത് 2 ബസ്സുകൾ താരങ്ങൾക്ക് പോകാനായി നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷാ വലയം അതിനെ തീർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് VIP സുരക്ഷയാണ് ഈ കായിക താരങ്ങൾക്ക് നൽകുക. അതനുസരിച്ച് എല്ലാ സുരക്ഷാ ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരാധകർ വിമാനത്താവളത്തിൽ ആരാധകരുണ്ട്. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ളൊരു സ്വീകരണം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം 17 വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് 2020 വേൾഡ് കപ്പ് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്. നേരത്തെ 2007 2020 വേൾഡ് കപ്പ് ഇവിടെ 2020 വേൾഡ് കപ്പ് ഇന്ത്യ സ്വന്തമാക്കിയത്. അതിനുശേഷം 17 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഒരു വേൾഡ് കപ്പിന് വേണ്ടി. ഇപ്പോൾ ആ ഒരു കാത്തിരിപ്പ് ഇതിന് വിരാമമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് വീണ്ടും സ്വന്തമാക്കിയത്. ഈ 2 സമയത്തും ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കേരളീയരെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നിമിഷമാണ്. 2007 ശ്രീശാന്ത് ആയതെങ്കിൽ ഈ തവണ മലയാളി സാന്നിധ്യം സഞ്ജു വി സാംസൺ ആയിരുന്നു. അദ്ദേഹം കളിക്കുമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ഏറെ അഭിമാനകരമായ നിമിഷം തന്നെയാണ്. അത്തരത്തിൽ മലയാളികൾ കൂടി ഒരു വലിയ അഭിമാനകരമായ നിമിഷം കൂടിയാണ് ഈ ഒരു വേൾഡ് കപ്പുമായി ഇന്ത്യൻ ടീം എത്തുമ്പോൾ എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എന്തായാലും
ഈ അല്പസമയത്തിനകം തന്നെ താരങ്ങൾ ദില്ലി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും. അതിനുശേഷം ഇവിടെ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൗര്യ ഹോട്ടലിലേക്കായിരിക്കും പോവുക. അവിടെ നിന്ന് പിന്നീട് പ്രധാനമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ശേഷം പിന്നീട് മുംബൈയിലേക്ക് പോകും. 4 തവണയാണ് ഇന്ത്യൻ ടീം ക്രിക്കറ്റിൽ വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. നേരത്തെ ഏകദിന ക്രിക്കറ്റാണെങ്കിൽ 83-ലും 2011-ലും വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. ഇപ്പോൾ 2020 വേൾഡ് കപ്പും ഇപ്പോൾ 2007-ലും 2024-ലുമായി നേടിയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യക്കാകെ അഭിമാനകരമായ ഒരു നിമിഷം. നമുക്കറിയാം, പ്രത്യേകിച്ച് രാഹുൽ ദ്രാവിഡിന്റെ ക്യാപ്റ്റൻസി ഇന്ത്യ വേൾഡ് കപ്പ് നേടുമ്പോൾ അത് പ്രത്യേകമായ ഒരു തിളക്കം കൂടി ആ ഒരു വേൾഡ് കപ്പിലുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഏകദിന കപ്പിലാണെങ്കിലും മറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിലാണെങ്കിൽ പോലും ഫൈനൽ വരെ എത്തിയെങ്കിലും ഒരു ഇന്ത്യക്ക് വിജയിക്കാനായിരുന്നില്ല. അത് വളരെ നിരാശയായിരുന്നു. പക്ഷെ ആ നിരാശയെല്ലാം നിലയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തവണ അതൊരു വലിയ മധുരമായി സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും അവർ നേരത്തെ ഞായറാഴ്ച തന്നെ എത്തേണ്ടതായിരുന്നു. പക്ഷെ അവിടെ ബാർബഡോസിൽ ചുഴലിക്കാറ്റ് മൂലം എല്ലാ നിലയും മോശം കാലാവസ്ഥ തുടർന്നാണ് പിന്നീട് ഇവരുടെ യാത്ര വൈകിയായിരുന്നു. ഇവർ കരീബിയൻ രാജ്യമായ ബാർബഡോസിൽ കുടുങ്ങുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ അവർക്ക് യാത്ര സാധ്യമായത്. എന്തായാലും ഞായറാഴ്ച തന്നെ ഈ ടീം എത്തേണ്ടതായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ പുലർച്ചയോടെ ടീം ദില്ലി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും. പിന്നീട് ഇവിടെ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി ഈ 2 ബസ്സുകളിലായി തയ്യാറാക്കി 2 ബസ്സുകളിലായി ദില്ലിയിലെ സ്വകാര്യ ഹോട്ടലിലേക്ക് പോകും. അവിടെ നിന്നായിരിക്കും തന്നെ പ്രധാനമന്ത്രിയെ കാണുകയും നേരിട്ട് അഭിനന്ദനം സ്വീകരിക്കുകയും ചെയ്യുക. അതിനുശേഷം മുംബൈയിലേക്ക് പോകും. മുംബൈയിൽ വലിയ ഉജ്ജ്വലമായ പരിപാടികൾ, പ്രത്യേകിച്ച് വിക്ടറി പരേഡ് അടക്കമല്ലാതിനെയും അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. മുംബൈയിലാണ് ഇതിന്റെ വലിയൊരു ആഘോഷം നടക്കാൻ പോകുന്നത്. മുംബൈയിൽ വൈകിട്ട് 4 മണി മുതൽ തന്നെ ഈ വിക്ടറി പരേഡ് അടക്കമുള്ള പരിപാടികൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ ഈ വിക്ടറി പരേഡിൽ പങ്കെടുക്കാനുള്ള ആളുകൾ, ഈ ആരാധകരെല്ലാം തന്നെയും 3:30 മുമ്പായി ഈ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് എത്തണമെന്നുള്ള നിർദ്ദേശമെല്ലാം തന്നെയും അവിടെ പോലീസ് ഇന്നലെ നൽകിയിരുന്നു. എന്തായാലും വളരെ വലിയ ഊഷ്മോജ്വലമായ സ്വീകരണമാണ് ഇന്ത്യൻ കായിക താരങ്ങൾക്ക് നൽകാൻ പോകുന്നത്. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ ഒരു ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ വേൾഡ് കപ്പ് നേടുന്നു എന്ന് പറയുമ്പോൾ രോഹിത് ശർമ്മയെ സംബന്ധിച്ചും തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയായിരുന്നു ഈ വേൾഡ് കപ്പ് നേടിയ ദിനം. രോഹിത് ശർമ്മയും അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ഇപ്പോൾ ഈ 2020 വേൾഡ് കപ്പിൽ നിന്നും പിന്നീട് വിരമിക്കൽ അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന, ഇന്ത്യക്കാർക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു ഈ ഒരു 2020 വേൾഡ് കപ്പ് ഇന്ത്യ സ്വന്തമാക്കിയത്. നമുക്കറിയാം, പ്രത്യേകിച്ച് സൂര്യകുമാർ യാദവിന്റെ ആ നിർണായകമായ ക്യാച്ച് എല്ലാം നിലയിൽ ഇപ്പോഴും ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അത്തരത്തിൽ നിർണായകമായ ഒരു അവസാനത്തെ ഓവറിൽ ഹാർദിക് പാണ്ഡ്യയുടെ ആ അവസാനത്തെ ഓവറെല്ലാം നിലയിൽ ഇന്ത്യൻ ടീമിന് തിളക്കമാർന്ന വിജയം നേടിത്തന്നു. അവസാന നിമിഷം കളി കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്ന നിമിഷമാണ് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുകയും പിന്നീട് ഹാർദിക് പാണ്ഡ്യയെ ബൗളിംഗ് ഏൽപ്പിക്കുകയും പിന്നീട് അതിൽ നിർണായകമായ ക്യാച്ച് സൂര്യകുമാർ യാദവിന്റെ നിർണായകമായ ക്യാച്ച് എല്ലാം നിലയും ഏറെ നിർണായകമായി ഈ മത്സരത്തിൽ. എന്തായാലും വളരെ വലിയ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും വാശിയേറിയ ഒരു മത്സരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. വാശിയേറിയ മത്സരം തന്നെയായിരുന്നു ഈ അവസാനത്തെ ആ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ആ മത്സരം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ആ ഒരു തുല്യം തന്നെയാണ് ആരാധകരുള്ളത്. ഇപ്പോൾ ദില്ലി വിമാനത്താവളത്തിൽ ആരാധകരുടെ വലിയൊരു പ്രവാഹം നമുക്ക് കാണാം. വളരെ വലിയ ആരാധകരുടെ ഒച്ചകൾ, വളരെ വലിയ ആവേശവും അവരുടെ കയ്യടികളെല്ലാം തന്നെ നമുക്ക് കൃത്യമായി കേൾക്കാം. എന്തായാലും അവരുടെ അടുത്തേക്ക് ഈ താരങ്ങൾ പോകില്ല. കാരണം താരങ്ങൾക്ക് പ്രത്യേകമായ VIP ലോഞ്ചിലൂടെയാണ് താരങ്ങൾ കടന്നു പോവുക. അവർക്ക് വേണ്ടി പ്രത്യേകമായ 2 ബസ്സുകൾ അടക്കമെല്ലാം തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ താരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം താരങ്ങൾ സ്വകാര്യ ഹോട്ടലിലേക്ക് പോകും. പിന്നീട് ഇന്നിപ്പോൾ താരങ്ങൾക്ക് മുഴുവൻ സ്വീകരണവും അഭിനന്ദനവും അതോടൊപ്പം തന്നെ പ്രത്യേകമായ പ്രഭാത ഭക്ഷണവും കൂടാതെ ഇവർ BCCക്ക് ഈ ഒരു 2020 വേൾഡ് കപ്പ് ഇന്ന് വൈകിട്ടോടെ മുംബൈയിലെത്തി കൈമാറുകയും പിന്നീട് പാരിതോഷികം അടക്കമെല്ലാത്തിന്റെയും ടീമുകൾക്ക് BCC കൈമാറുകയും അങ്ങനെ വളരെ വലിയ ഉത്സാഹമായ സ്വീകരണവും എല്ലാം തന്നെയും ഇവർക്ക് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അവർ ദില്ലി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ താരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യും. ആര്യ, സിബി, അതായത് രാജ്യം ഒന്നാകെ തന്നെ കാത്തിരിക്കുകയാണ് ഈ അഭിമാന താരങ്ങളെ വരവേൽക്കാനുള്ളത്. അത് ആ ആരാധകരുടെ
നിര കണ്ടാൽ തന്നെ മനസ്സിലാകും ദില്ലി വിമാനത്താവളം ആരാധകരാൽ നിറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലൊരു കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. BCCIയുടെ പ്രത്യേക വിമാനം ദില്ലിയിൽ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഇനി അവരെ പുറത്തോട്ട് വരാനുള്ള നടപടിക്രമങ്ങളാണ് ഇനി ഉള്ളത്. അതിനുശേഷം സിബി പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ താരങ്ങളെ സന്ദർശിക്കും. അത്തരത്തിൽ തന്നെയല്ലേ ക്രമീകരണങ്ങൾ? തീർച്ചയായും ആര്യ ദില്ലി വിമാനത്താവളത്തിലേക്ക് ഇപ്പോൾ താരങ്ങൾ എത്തിയിട്ടുണ്ട്. ബാർബസിന് ശേഷം 16 മണിക്കൂർ മാത്രമാണ് ദൂരം, 12 മണിക്കൂർ ദൂരമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഞായറാഴ്ചയാണ് അവർ എത്തേണ്ടിയിരുന്നത്. പക്ഷെ മോശം കാലാവസ്ഥ തുടർന്ന് യാത്ര മാറ്റിവെക്കുകയായിരുന്നു. അവിടെ നിന്നും എയർ ഇന്ത്യ പ്രത്യേകമായി BCCI തയ്യാറാക്കിയ ചാർട്ടേഡ് വിമാനത്തിലാണ് ഇവർ എത്തിയത്. 70 പേർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ മാധ്യമപ്രവർത്തകരടക്കം മറ്റ് ഒഫീഷ്യൽസ് എല്ലാം തന്നെ അടക്കം 70 പേർ വിമാനത്തിലുണ്ടായിരുന്നു. അവരിപ്പോൾ ആ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. അവർക്ക് ഊഷ്മോചനമായ സ്വീകരണം നൽകി. ഇനി അവർ അല്പസമയത്തിനകം തന്നെ വിമാനത്താവളത്തിന് പുറത്തേക്ക് എല്ലാ നടപടിയും പൂർത്തിയാക്കി അവർ പുറത്തേക്ക് ഇറങ്ങും. പുറത്ത് 2 ബസ്സുകൾ ഇവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ബസ്സിലായിരിക്കും ഇവർ ഈ ആദ്യം പോകുന്നത് ദില്ലിയിലെ ഹോട്ടലിലേക്കാണ്, മൗര്യ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ അവര് ഫ്രഷ് ആയ ശേഷം അവിടെ നിന്നായിരിക്കും ഇവർ പിന്നീട് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി അവിടെ സൗത്ത് ബ്ലോക്കിലേക്ക് പോകുക. അപ്പൊ പ്രധാനമന്ത്രിയെ കണ്ട ശേഷം പ്രധാനമന്ത്രി ഇവർക്ക് അഭിനന്ദനം നൽകും. അതിനുശേഷം പ്രധാനമന്ത്രിക്കൊപ്പമാണ് ഇവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം പിന്നീട് ഇവർ ഹോട്ടലിലേക്ക് തന്നെ തിരികെ മടങ്ങും. പിന്നീട് ദില്ലിയിൽ നിന്നും മുംബൈയിലേക്ക് ആണ് പിന്നീട് ഇവർ പോവുക. മുംബൈയിലായിരിക്കും മറ്റുള്ള ഇവർക്കുള്ള സ്വീകരണവും മറ്റു പരിപാടികളെല്ലാം നിലയെ സംഘടിപ്പിച്ചിരിക്കുന്നത് മുംബൈയിലാണ് വിക്ടറി പരേഡ് അടക്കം റോഡ് ഷോ അടക്കം എല്ലാ നിലയും അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മുംബൈയിലെ നരിമാൻ പോയിന്റ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെ ഓപ്പൺ ബസ്സിലായിരിക്കും ഇവർക്ക് വലിയൊരു സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്.